അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ മുമ്പിൽ സാക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി ഉയർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നയന. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുകയായിരുന്നു. ജർമ്മൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതുന്നതിനൊക്കെ മുമ്പാണ് ആദ്യമായിട്ട് എൻ്റെ ആൻറ്റി വഴി കൃപാസനത്തെ പറ്റി അറിയുകയും മാതാവിനെ പറ്റി അറിയുകയും കൃപാസനത്തിൽ വന്ന് എക്സാം എഴുതുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ജർമ്മൻ എക്സാമിന് സീറ്റ് എടുക്കുകയും 4 മൊഡ്യൂളിന് എക്സാം എഴുതുകയും ചെയ്തിരുന്നെങ്കിലും പാസ്സാകാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഇരിക്കെ ഞാൻ മെയ് മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്ത് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും ഉടമ്പടി ധ്യാനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൃത്യമായി കേൾക്കുകയും അച്ഛൻ പറയുന്നതിലൂടെയാണ് എനിക്ക് ഓരോ കാര്യം പറയുന്നതിലൂടെ എനിക്ക് എങ്ങനെയാണ് ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതെന്നും എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്തു. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാ ദിവസവും കൃത്യമായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ ഫലമായി മെയ് മാസം ഞാൻ എക്സാം എഴുതിയത് എക്സാം പാസ്സാവുകയും ലിസണിങ് മൊഡ്യൂൾ പാസ്സാവുകയും ചെയ്തു. അപ്പോൾ എക്സാമിന് പോണേക്കാൻ മുമ്പ് എൻ്റെ എക്സാം രജിസ്ട്രേഷൻ ഫോമിൽ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുകയും എക്സാം സെൻറ്ററിൽ ആരും ചവിട്ടാത്ത എടുത്ത് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ എന്നും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിച്ച് തീരുന്നതിൻ്റെ തലേ ദിവസമായിട്ട് എനിക്ക് റിസൾട്ട് വന്നു എന്നുള്ളത് മനസ്സിലാവുകയും ഇമെയിൽ വരികയും അപ്പം അടുത്ത അധ്യായം ഏതാണ് വായിക്കുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് സ്തോത്രഗീതം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എന്തായാലും ഈ എക്സാം എനിക്ക് പാസ്സാക്കി തരുമെന്ന്. അങ്ങനെ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ എക്സാം പാസ്സാകുകയും ചെയ്തു. അങ്ങനെ ഓരോ അടുത്ത വന്ന് ഉടമ്പടി പുതുക്കുകയും അങ്ങനെ നിബന്ധനകൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്ററിൽ എക്സാം എഴുതി ഇതുപോലെ തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ തൈലം പുരട്ടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അടുത്ത ലിസണിങ് മൊഡ്യൂൾ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിവിടെ അടുത്ത പുതുക്കലിന് വന്നപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ പറ്റുകയും അടുത്ത ഷ്രൈബൻ സ്പ്രഹൻ മൊഡ്യൂൾ വേണ്ടിയിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഞാൻ ഷ്രൈബൻ മൊഡ്യൂൾ പാസ്സാവുകയും ചെയ്തു. പക്ഷേ സ്പ്രഹൻ പാസ്സായിരുന്നില്ല. എങ്കിലും ഞാൻ 3 മൊഡ്യൂൾ വെച്ചിട്ട് ഞാൻ ഒരു ജർമ്മൻ ബേസ്ഡ് ഏജൻസിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ 3 മൊഡ്യൂൾ വെച്ച് അവർ കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ 3 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം മോക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. പക്ഷേ എന്നാലും മെയിൻ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2026 ജനുവരി 24 ഞാൻ ഉടമ്പടി പിന്നെയും വന്ന് പുതുക്കുകയും അങ്ങനെ ഉടമ്പടി നിബന്ധനകൾ പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഇതിലുപരിയായി പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലി എന്നും എനിക്ക് സന്ധ്യാപ്രാർത്ഥന കൂടാതെ എന്നും എനിക്ക് കൊന്ത ചെല്ലാനായിട്ട് മുഴുവൻ സമ്പൂർണ്ണ ജപമാല ചെല്ലാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം മെയ് മാസം ഒരു 12-ാം തീയതി ആയപ്പോഴേക്ക് പെട്ടെന്ന് ഈ ജർമ്മൻ ബേസ്ഡ് ഏജൻസി എനിക്ക് മെസ്സേജ് ചെയ്യുകയും 13-ാം തീയതിയാണ് ഒരു മോക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അത് 2 പേർക്കുള്ളതുള്ളൂ. അതും ഓഗസ്റ്റ് ഇൻടേക്കാണ്. അതിനു മുമ്പ് അവിടെ ഇൻ്റർവ്യൂ നടന്നവരൊക്കെ മാർച്ചിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്കൊക്കെ ഒക്ടോബർ ഇൻടേക്കായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് ഇടുകയും എനിക്ക് വേറൊരു കൊച്ചിന് മെയ് 12-ാം തീയതി ആണ് ഇൻ്റർവ്യൂ മെയ് 12-ാം തീയതി ഇൻ്റർവ്യൂ ആയിരിക്കും മോക്ക്. അങ്ങനെ മോക്ക് എക്സാം നടന്നു. ഞാൻ എക്സാമിന് ഇൻ്റർവ്യൂവിന് കയറുന്നതിനേക്കാൾ മുമ്പായിട്ട് മെഴുകുതിരി കത്തിച്ച് അമ്മയുടെ പ്രത്യക്ഷത്തിന് പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഫലമായി മോക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെയായിരുന്നു മെയിൻ ഇൻ്റർവ്യൂ. അത് അങ്ങനെ ആർക്കും തന്നെ അങ്ങനെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം മെയിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് കുറവാണ്. പക്ഷേ എന്തോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ വരികയും
അങ്ങനെ മെയിൻ ഇൻ്റർവ്യൂവും ഇതുപോലെ തന്നെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയിൻ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെയായിരുന്നു കോൺട്രാക്റ്റ് വരുന്നതും. അങ്ങനെ കോൺട്രാക്റ്റ് വന്നു. 15 ദിവസത്തിൽ തന്നെ 2 ദിവസം 3-4 ദിവസത്തേക്കുള്ളിലേക്കും കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ VFSന് ഡേറ്റ് എടുത്ത് തരികയും അങ്ങനെ 15 ദിവസം ആയപ്പോഴേക്കും ജൂൺ 15-ാം തീയതി VFSന് സബ്മിഷന് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങനെ VFSൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ നടന്നു. കൃത്യം 2 ആഴ്ച ആയപ്പോഴേക്കും എനിക്ക് വിസ വന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനിയും ഒരാഴ്ചയില്ല, ഞാൻ 31-ാം തീയതി പോവുകയാണ് ജർമ്മനിക്ക് നേഴ്സിംഗ് പഠിക്കാനായിട്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പം 8-7 വർഷമായിട്ട് ഞങ്ങൾ വീട് പണിയാനായിട്ട് നോക്കുകയായിരുന്നു. ഒരു സ്ഥലത്തും 2 സ്ഥലത്തും അങ്ങനെ കുറ്റി വയ്ക്കുകയും അങ്ങനെ ഒന്നും നടന്നില്ലായിരുന്നു, വീട് പണി ഒന്നും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ ഉടമ്പടി പുതുക്കി പോയി ഞാൻ അമ്മയുടെ കാശ് രൂപം ഈ വീട് പണിയുന്ന സ്ഥലത്ത് കുഴിച്ചിടുകയും അങ്ങനെ ഞാൻ 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവിടെ എന്നും പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇപ്പോൾ വീട് പണി ആരംഭിച്ചിരിക്കുകയാണ്. തറ കെട്ടിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ മാതാവിൻ്റെ ഏറ്റവും വലിയ ഇടപെടലായിരുന്നു അത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പക്ഷെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റി വീട് പണി ആരംഭിക്കാൻ സാധിച്ചു. അതിനും മാതാവിനും ഈശോയ്ക്കും ഒരു കൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത വേലയും കാരുണ്യപ്രവർത്തിക്കായിട്ട് ഞാൻ പത്രങ്ങൾ, വീടിൻ്റെ അടുത്തൊരു ഹിന്ദു കോളനിയൊക്കെ ഉണ്ട്, അവിടെ ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും, അവർക്ക് വായിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തൊരു അമ്മച്ചിയുണ്ട്, ആരും ഇല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് ഇടയ്ക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും, പത്രം കൊടുക്കും. ഞാൻ വരുന്ന ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പം പഠിപ്പിക്കുന്നതിൻ്റെ എനിക്ക് ശമ്പളം കിട്ടുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തു. അവരായിട്ട് കുറച്ച് നേരം സമയം ചിലവഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൃപാസനത്തിൽ ആവ്യ മരിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓരോ മാസം കുറച്ച് തുക ഞങ്ങൾ ഇപ്പോൾ കിഡ്നി പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് അതുപോലത്തെയുള്ള രോഗികൾക്ക് ഞങ്ങൾ ഓരോ മാസം കുറച്ച് തുക വച്ച് അതിനകത്ത് ഞാൻ കുറച്ച് ഓഹരി കൊടുത്ത് അങ്ങനെ സഹായിക്കാറുണ്ട്. അങ്ങനെ പിന്നെ വൃദ്ധസദനത്തിൽ ഞങ്ങൾ ആവ്യമരിയ ഗ്രൂപ്പുകൾ ഓരോ മാസം പോയി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ റൂം ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് നേരം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ 2 വർഷമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോവും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മുടങ്ങിയെങ്കിലും അങ്ങനെ വേറെ ദിവസം 2 ദിവസത്തേക്കൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ എല്ലാ ദിവസവും തന്നെ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. അപ്പം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 71-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നയന പെരുമ്പാവൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. +2 കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ പഠിക്കുവാനും അതിനെ തുടർന്ന് പലവിധ കാര്യങ്ങളാൽ ജർമ്മനിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകാനുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ മാൾക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും നേർച്ച വസ്തുക്കളോടുള്ള വിശ്വാസപൂർവ്വ പ്രാർത്ഥനയിലൂടെയും എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയിലൂടെയും ഈ മകൾക്ക് ലഭിച്ചു എന്നതാണ് ഈ മകളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പലവിധ കാര്യങ്ങളിൽ പ്രോസസ്സിങ്ങൊക്കെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് തൻ്റെ ഉടമ്പടി ജീവിതത്തോടുള്ള ജീവിതവും അതിനെ തുടർന്നാണെങ്കിലും ഓരോ പുതുക്കൽ കഴിയുമ്പോഴും പരിശുദ്ധ അനുഗ്രഹമെന്നോണം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അമ്മ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കുമായിരിക്കും മെയിൻ ഇൻ്റർവ്യൂ വരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ മോക്ക് ഇൻ്റർവ്യൂവിന് ശേഷം അടുത്ത ദിവസം തന്നെയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും മെയിൻ ഇൻ്റർവ്യൂക്ക് പാസ്സാകുവാനായിട്ടൊക്കെ സാധിക്കുക ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹവും കൃപയും തന്നെയാണ്. അതിൻ്റെ തുടർന്നാണെങ്കിലും
അതിനു മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളും പരിശുദ്ധമ്മ ഇടപെടലിലൂടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ ഈ മകൾക്ക് ക്രമീകരിച്ചു എന്നുള്ളത് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ മകളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനി ഈ മകളെ ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.